ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചിത്തിര ദിവസമാണ് അല്ലേ. അപ്പോൾ അതാ രാവിലെ ഞാൻ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. ഇന്ന് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമല്ലേ. അപ്പം 6 മണിക്കാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ചു. അപ്പോൾ അതാ കുഞ്ഞുണ്ണി നേരത്തെ തന്നെ എണീറ്റ് എൻ്റെ കൂടെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ അമ്മ വിളക്ക് വെച്ചത് കണ്ടപ്പോൾ പിന്നെ തൊഴാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തൊഴുകയാണ് കേട്ടോ. അപ്പോൾ ആൾ കുമ്പിട്ടിട്ടൊക്കെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂവ് പറിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂവ് പറിക്കാനുള്ളൊരു പാത്രമൊക്കെ ആയിട്ടാണ് ആളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതാ തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഉള്ള ആ ഒരു പാത്രം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വരാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഈ ഒരു ദിവസം രാവിലെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേഗം പോയിട്ട് പൂവൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കാലത്ത് തന്നെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ വേഗം അടിച്ചു വാരി തുടച്ചിടുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ അടിച്ചു വാരി തുടയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പൂക്കളൊക്കെ ആദ്യം പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും കുഞ്ഞുണ്ണിയുടെയും കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തൊഴുവൊക്കെ ചെയ്തിട്ട് പിന്നെ വേഗം പൂ പറിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കൾ എന്തായാലും പൂക്കളത്തിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് എന്നും ഇതുപോലെ കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നൊന്നും മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങിയിട്ടൊക്കെ പറിച്ചെടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇന്ന് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ പൂവിടാൻ വേണ്ടിയിട്ട് കുറേ നേരം പൂവൊക്കെ പറിച്ച് അതൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ പൂവിടാതിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പിന്നെ പൂവൊക്കെ പറിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ സിറ്റ് ഔട്ട് അടിച്ചു വാരി തുടച്ചിട്ടിട്ട് ഇതാ പൂവ് പറിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ. കുഞ്ഞുണ്ണി അപ്പുറത്തെ സൈഡിൽ അമ്മ ചേഞ്ചിങ് റോസ് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണി അത് പറിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൂടെ പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ പൂവ് വിരിയാറുണ്ട് കേട്ടോ. ഡെയിലി പൂവ് ഉണ്ടാവാറുണ്ട്. ചേഞ്ചിങ് റോസ് കുറേ ദിവസമായിട്ട് അതിൽ പൂവിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് മുകളിലായിട്ടാണ് കേട്ടോ, നല്ല മുകളിലായിട്ടാണ് അതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് കൊമ്പങ്ങ് നീണ്ടു പോയിട്ടേ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇച്ചിരി പണിയാണ്. അപ്പോൾ അമ്മയാണ് കേട്ടോ പൊട്ടിച്ചു തരാറുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് കുറച്ച് ചെമ്പരത്തി മാങ്ങാന്നറി അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ശംഖുപുഷ്പം ഉണ്ട് കുറച്ചൊക്കെ പൂക്കൾ. അപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ അത്തത്തിൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാ ഇത്ര പൂക്കളാണ് കേട്ടോ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ചെമ്പരത്തിയും പിന്നെ ഇന്ന് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആവാറായതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പരത്തി കുറച്ച് വിരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തത്തിൻ്റെ അന്നൊക്കെ ഞാൻ നേരത്തെ പറിച്ചെടുത്തുകൊണ്ട് തീരെ അങ്ങ് വിരിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഞാനത് സാമി ഫോട്ടോൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാൻ ചെയ്തത്. പിന്നെ അത് തുമ്പപ്പൂവാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു തുമ്പയുടെ ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പൂക്കൾ മാത്രമാണ് കേട്ടോ. ഒരു ചെടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൂക്കളാണ് കേട്ടോ. നിറയെ തുമ്പയുടെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിറയെ കാട് കെട്ടി ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ പറിച്ച് കളഞ്ഞേക്കായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെടി ഞാൻ ഓണത്തിന് പൂക്കളൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു തുമ്പ മാത്രം അവിടെ നിർത്തിയപ്പം അതിൽ നിന്ന് കുറച്ച് പൂക്കൾ കിട്ടി. അപ്പോൾ ഇന്നതാ കുഞ്ഞാവി അനുവാൻ്റെയും കൂടിയിട്ടാണ് ഇന്ന് പൂവൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പൂവ് ഇടുകയാണെന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞാവ് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ പൂവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുഞ്ഞാവിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പൂവ് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമാണ്. കുഞ്ഞുണ്ണിയോട് ഞാൻ പറഞ്ഞു പൂവിടാൻ അവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചില്ല കേട്ടോ. ആൾ എൻ്റെ കയ്യിൽ വേഗം കയറി ഇരുന്നേക്കുകയാണ്. അപ്പോൾ കുഞ്ഞുണ്ണി പൂവ് ഇടാനൊന്നും കൂടാതെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. കുഞ്ഞാവ് നല്ല ഇൻട്രസ്റ്റിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ് പറ. പൂവിടുകയാണ് പറ. പിന്നെ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂവ് പറിക്കാനൊന്നും കുറേ സമയം എടുത്തില്ല. മറ്റത് ഇന്നലെ കുടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇതാ മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് വേഗം പോയിട്ട് പറിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു മാങ്ങാനറി വെച്ചിട്ട് റൗണ്ടാക്കി വന്നപ്പോഴത്തേക്കും പൂവ് തികയുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും പോയിട്ട് അതിൻ്റെ ബാക്കി പറിച്ച് കൊണ്ടുവന്നു. എന്നിട്ടാണ് കേട്ടോ ബാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതാ ഇന്നലെ നമ്മൾ ചെമ്പരത്തി ഇത്ര ചെമ്പരത്തി നമുക്ക് ഇന്നലെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തിരി നേരത്തെ പൂവിടായിരുന്ന കാരണം ഈ ചെമ്പരത്തി ഒട്ടും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് തന്നെ മുഴുവനായിട്ടും വിരിഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് പറയുന്നുണ്ട് റൗണ്ടായിട്ട് നമുക്കിത് വെക്കുക അത് വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ഓരോരോ കാര്യങ്ങൾ പറയണം, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ആളെന്തായാലും പൂവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പൂവ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ഞാൻ ഇടാൻ വരുന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ണി വേഗം പോയിട്ട് ഇവരുടെ കൂടെ പൂവ് ഇടാനാ പറഞ്ഞിട്ട് പോയിട്ട് ഇത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്പരത്തിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആളേനെ പോയി എടുത്തോടുന്നത്. അപ്പോൾ ഇനി നമുക്കിത്
ഇതിൻ്റെ 4 പുറം ഈ ഒരു ചേഞ്ചിങ് റോസും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവി അനുവൻ്റെയും കൂടിയിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൂക്കളിടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പൂക്കളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിത്തിര ദിവസത്തിലെ പൂക്കളം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ചേഞ്ചിങ് റോസൊക്കെ ഇതാ കളർ ചേഞ്ച് ആയിട്ട് പിങ്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ഓണം.